അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഓരോ സൂക്തവും വിശ്വാസികളായ നമ്മോട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് തുടങ്ങുന്ന ഈ ഒരായത്ത്. എൻ്റെയൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഞങ്ങൾ വിഗ്രഹാരാധകരായെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ, കുല്ലു മൗലൂദു യൂലദ് അലൽ ഫിത്തറ. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ശുദ്ധമായ ഫിത്തറത്തിൽ അഥവാ ഇസ്ലാമിൻ്റെ പ്രകൃതിയിലായിക്കൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവരുടെ മാതാപിതാക്കൾ അവരെ ജൂതനാക്കുന്നത് പോലെ, നസറാണിയാക്കുന്നത് പോലെ ബഹുദൈവ വിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കളായി ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയും പാരമ്പര്യമായി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ബഹുദൈവ വിശ്വാസത്തിലും ആചാരങ്ങളിലുമായി മുന്നേറുകയായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഹിദായത്ത് എന്ന മഹത്തായ അനുഗ്രഹത്തിലൂടെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാനും ഇസ്ലാം മനസ്സിലാക്കുവാനും ഇസ്ലാം സ്വീകരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ സ്വദഖല്ലാഹ്. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം. ആരോട്? വിശ്വാസികളായ നമ്മളെപ്പോലുള്ള ആളുകളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിയു മില്ലത ഇബ്രാഹിം. നിങ്ങൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് അഥവാ മാർഗം പിൻപറ്റണം. എന്താണ് സഹോദരങ്ങളെ അവിടുത്തെ മാർഗം? ദുൽഹിജ്ജ മാസം വരുമ്പോൾ സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നതുകൊണ്ട് ആ മാർഗം നമ്മൾ പരിപൂർണമായി പിൻപറ്റുന്നില്ല. അതിന് കഴിയാത്ത ആളുകൾ നാട്ടിലെ ഏറ്റവും വലിയ ബലിമൃഗത്തെ വാങ്ങി ബലിയർത്തതുകൊണ്ട് ആ മാർഗം നമ്മൾ പരിപൂർണമായി പിൻപറ്റുന്നില്ല. അതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. എന്നാൽ എന്തായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത്? തൗഹീദിനു വേണ്ടി ശിർക്കിനെതിരെ ശക്തമായ ധർമ്മസമരം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അതിനെ വിൽപ്പന നടത്തുന്ന തൻ്റെ പിതാവിനോടും ആ ജനതയോടും ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. എന്താണ് ചോദിച്ചത്? ഇത് ഖാല, അദ്ദേഹം ചോദിച്ചു, ലി അബീഹി വ ഖൗമിഹി, തൻ്റെ പിതാവിനോടും തൻ്റെ കൗമിനോടും. അവരാരാധിക്കുന്ന ആരാധ്യന്മാരുടെ രൂപങ്ങളെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, മാ ഹാദിഹി തമാസീൽ, നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്? അല്ലതി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇവർക്ക് ഭജനമിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവും അതോടൊപ്പം തന്നെ ആ ജനതയും അദ്ദേഹത്തോട് പറയുന്നു, ഖാലു, അവർ പറഞ്ഞു, വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളെ പിതാക്കന്മാർ ഇവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ സഹോദരങ്ങളെ, എക്കാലത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു ന്യായീകരണത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്, ഇത് ഞങ്ങളെ വാപ്പക്കാരന്മാർ ചെയ്തു വരുന്ന കാര്യമായിരുന്നു എന്നുള്ളത്. എന്നാൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിനോടും ജനതയോടും പറഞ്ഞു, ലഖദ് കുൻതും അൻതും വ ആബാവുകും ഫീ ളലാലിൻ മുബീൻ, എന്നാൽ നിങ്ങളും നിങ്ങളെ പിതാക്കന്മാരും വ്യക്തമായ വഴിപിഴവിൽ തന്നെയാണ്. നിങ്ങളുടെ റബ്ബ് ആകാശഭൂമിയെ സൃഷ്ടിച്ച, അതിൻ്റെ നിയന്ത്രണം വഹിക്കുന്ന ഏകനായ റബ്ബാണെന്ന് അദ്ദേഹം ആ ജനതയോട് കൽപ്പിച്ചു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് തീയിലെറിയപ്പെടേണ്ടി വന്നത്, പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നത്. ആ മാർഗം തന്നെയാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മെ പഠിപ്പിച്ചത്. ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000 ചില്ലാനം വരുന്ന സ്വഹാബാക്കളോട് പറയുന്നു, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ബല്ലിഗ്നി വലൗ ആയ, എന്നിൽ നിന്നും
ഒരു ആയത്തെ നിങ്ങൾക്കറിയുമെങ്കിലും അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ആ ആയത്തുകളാണ് ബഹുദൈവ വിശ്വാസിയായി ജീവിച്ചിരുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ഷിർക്കിനെതിരെ തൗഹീദിനു വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.